ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയാമോ? ആ നീ ഇങ്ങോട്ട് വന്ന സാറ് നീ ഇവിടെ വരുന്നല്ലേ? ആ സാധാരണ വരുന്നതാ. പക്ഷേ ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. അതിനാ പ്രത്യേകത? അതോ, എൻ്റെ ഫോണിലേക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വിടരുതെന്ന് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞായിരുന്നു ഇങ്ങനെ കൊടുക്കരുതെന്നൊക്കെ. ആ പിന്നെയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഞാൻ അങ്ങനെ ആവർത്തിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉദ്ദേശം? ഒരു ഉദ്ദേശമില്ല. എന്നാ ഉദ്ദേശം? എൻ്റെ ഫോണിൽ നിന്ന് അങ്ങനെ അറിയാതെ പോയതായിരിക്കും. പല തവണയായി ഞാൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന്. അത് പിന്നെ ഇന്നല്ലേ നാളത്തേന് അത് മാറ്റിക്കോളും, ഇത് നിർത്തിക്കോളും എന്ന് വിചാരിച്ചു. ഇന്നലെ തൊഴിലുറപ്പിൽ ചെന്നപ്പോൾ ഉണ്ട് അവിടെയുള്ള പെണ്ണുങ്ങൾ കാണിച്ചു തരുന്നു അതുപോലെ മെസ്സേജുകൾ അവരുടെയൊക്കെ ഫോണിൽ. ഇതൊക്കെ ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളെന്താ പൂവങ്കോഴിയാ? അത് കൊള്ളാലോ. ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഈ വേണ്ടാത്ത വിധത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നു. ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. നിങ്ങള് ഒരു മാന്യത ഉള്ള മനുഷ്യൻ. അതല്ലേ, ഞാൻ സമൂഹത്തിലൊരു മാന്യതയുള്ളൊരു മനുഷ്യൻ തന്നെ. പക്ഷെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞു നീ ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് പരാതി പറയാൻ വന്നാൽ എങ്ങനെ ശരിയാകണേ? വീട്ടിൽ പരാതി പറയാനല്ല വന്നത്, ഞങ്ങൾ പരാതി പറയേണ്ടടുത്ത് പറയാനാ പോകുന്നത്. നീ പറയും, പറയേണ്ടടുത്ത് പറയും. പറയില്ലേ? നീ കൊടുക്ക്, പരാതി കൊടുക്ക്. കൊടുക്കാം കേട്ടാ. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. നീ കൊടുക്ക്, നീ കൊണ്ട് കൊടുക്ക്. നീ മാത്രം കൂട്ടത്തോടെ കൊടുക്കാൻ പോകായിരിക്കും. കൂട്ടത്തോടെ കൊണ്ട് കൊടുക്കുക. അവസാനം എന്താ വരുന്നത്? അവസാനം എന്നാ വരുന്നത്? ചുക്കും വരില്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോണ്ടി വരും. നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വരും. എനിക്ക് അങ്ങനെ ഒന്നും കൊടുത്തിട്ട് വലിയ നാണമൊന്നുമില്ല. അതുകൊണ്ടെങ്കിലല്ലേ പറ്റൂ. കൊടുത്താൽ നാണോ മാനോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പണി ചെയ്യില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ അറിയാതെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയതായിരിക്കും. ഫോൺ എടുക്കുമ്പോഴേ അറിയാതെ കയ്യിൽ നിന്ന് അങ്ങനെ ഇങ്ങ് പോവുകയാണ്. നീ പരാതി കൊണ്ട് കൊടുക്കുന്നേ. കോഴിയാ കോഴി. കോഴിയല്ല, പട്ടി. ഞാൻ മാത്രമല്ല ഇനിയും വരും. വേണ്ടാതിനൊന്നും പറയാൻ നിൽക്കല്ലേ. വേറെ വല്ലതും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊരു വിലയും വിലയൊക്കെ ഉള്ളതാണ്. വിലയും നിലയുണ്ട്. നില 2-3 ഉണ്ട്. മനസ്സിലായി. പിന്നെ നീ കൊണ്ട് കൊണ്ട് കൊടുക്ക്. എവിടെ ചെല്ലുന്ന അറിയാലോ നമുക്ക്. കൊടുക്ക് കൊടുക്ക്. കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാനാ പോണേ. കേട്ടാ, തല കുനിച്ചത് ഇങ്ങനെ പോകേണ്ടി വരും. തലയൊന്നും കുനിക്കില്ല. ഇങ്ങനെ പോകേണ്ടി വരും. അങ്ങനെയൊന്നും പോവില്ല. ഇല്ല, അതിനൊന്നും ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കൊടുക്ക്. പ്രശ്നം ഉണ്ടാവില്ല. ഒരു വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കണം. അറിയാതെ മെസ്സേജ് അങ്ങ് പോയതായിരിക്കും. അത് ഉള്ള പെണ്ണുങ്ങളെ എല്ലാം ഫോണിലോട്ട് തൊഴിലുറപ്പ്. അത് ഞാൻ ചെയ്തില്ലല്ലോ. പിന്നെ എന്നാ അതൊക്കെ നുണ പറയണായിരിക്കുന്നേ. കളവല്ലേ പറയുള്ളൂ ആൾക്കാർ. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. ആൾ വേറെ ആയിരിക്കും, ഞാനല്ല. എനിക്കാ പണിയൊന്നുമില്ല. വലിയ കുടുംബം ഓട്ടത്തോടെ വന്ന് വലിയ വ്യാജം അടിക്കാൻ വന്നു. നീ എൻ്റെ പണി നോക്കി.